നമസ്കാരം സുഹൃത്തുക്കളെ, ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരത്തിൽ റാഫ് ടോക്സിൽ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നൊരു വാർത്തയാണ്. നെയ്മർ ജൂനിയറുടെ ഭാവി എന്തായി, അദ്ദേഹം എവിടെ കളിക്കും അടുത്ത സീസണിൽ, പുതിയ കോൺട്രാക്റ്റ് ഒപ്പിട്ടുവോ? ഈ ചോദ്യങ്ങൾക്ക് ഇതാ ഉത്തരവാകുന്നു. നെയ്മർ ജൂനിയർ സാന്റോസിൽ തന്നെ തുടരും. അതും 6 മാസത്തേക്കല്ല, അടുത്ത വേൾഡ് കപ്പ് വരെയല്ല, മറിച്ച് അടുത്ത സീസൺ മുഴുവനും 2026 ഡിസംബർ വരെ അദ്ദേഹം സാന്റോസിൽ തുടരാൻ എഗ്രിമെന്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രീസിയോ റൊമാനോയും ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ എല്ലാവരും കരുതിയിരുന്ന അടുത്ത വേൾഡ് കപ്പ് വരെ, ജൂൺ വരെ നെയ്മർ ജൂനിയർ സാന്റോസിൽ തുടരുകയാണെങ്കിൽ അത്ര സമയം വരെ മാത്രമേ കോൺട്രാക്റ്റ് ഒപ്പിടൂ എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഒരു ഇയർ മുഴുവൻ അദ്ദേഹം അവിടെ തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനായിട്ട് ഫ്ലെമിംഗോ പോലുള്ള ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ വേൾഡ് കപ്പ് അടുത്ത ഈ ഒരു സമയത്ത് അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ അഡാപ്റ്റഡ് ആവുന്നതിന് പകരം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബിൽ തന്നെ തുടരാനായി നെയ്മർ ജൂനിയർ തീരുമാനമെടുക്കുകയായിരുന്നു. ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ അഗ്രീസ് ടു സൈൻ ന്യൂ ഡീൽ അറ്റ് സാന്റോസ് വാലിഡ് ഫോർ 1 more year. 2026 ഡിസംബർ വരെ. അഗ്രിമെന്റ് കംപ്ലീറ്റഡ് അണ്ടിൽ ഡിസംബർ 2026 ഫോർ ദി ബ്രസീലിയൻ എന്ന് ഫബ്രീസിയോ റിപ്പോർട്ട് കൊടുക്കുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വേൾഡ് കപ്പ് തന്നെയാണ് നെയ്മർ ജൂനിയറുടെ മനസ്സിൽ. അതിന് തനിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വീണ്ടും കുതിച്ചുയരുക എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം 2025 ഫെബ്രുവരി മാസത്തിലാണ് അൽ ഹിലാൽ വിട്ട് സാന്റോസിലേക്ക് എത്തുന്നത്. പക്ഷെ പരിക്ക് അദ്ദേഹത്തെ വലച്ചു കളഞ്ഞു. ഇപ്പോഴും അദ്ദേഹം പരിക്കിന്റെ പിടിയിൽ നിന്ന് മുക്തനാവാനുള്ള ശ്രമത്തിലാണ്. ഒരു ആർദ്രോസ്കോപ്പി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പരിക്കിൽ നിന്ന് പൂർണ്ണ മുക്തനായി തിരിച്ചു വന്ന് വേൾഡ് കപ്പ് കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. യഥാർത്ഥത്തിൽ സാന്റോസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിച്ചു പറയാം, വേൾഡ് കപ്പ് മിഷൻ ഈസ് ഓൺ. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റാണെങ്കിൽ ടീമിലേക്ക് എടുക്കാൻ കാർലോ അഞ്ചലോട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വൈമുഖ്യവുമില്ല എന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. ഇതൊരു ശുഭവാർത്തയാണ്. നെയ്മറുടെ ഭാവിയുടെ കാര്യത്തിൽ ഇങ്ങനെ അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് ആരാധകർക്ക് ആശങ്കയുണ്ടായിരുന്നു. ആ അൺസർട്ടനിറ്റി ഇവിടെ അവസാനിക്കുന്നു. 2026 റാഫ് ടോക്സിലെ ആദ്യ വാർത്ത നെയ്മർ ആരാധകർക്ക് ശുഭവാർത്ത.